ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ആയൊരു പായസം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ആഹാ, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഴുവനും കുടിക്കുകയാണ്. അതിനുശേഷം അത് വരലൊക്കെ ഇട്ട് ഇങ്ങനെ നക്കി കഴിക്കുകയാണ്. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടി. പക്ഷേ അവസാനം വന്നപ്പോഴേ ഒരു ചവറുപ്പ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ടേ, അതെ അത് എന്താണെന്നറിയോ, നമ്മൾ വിക്രമിന് വേണ്ടിയിട്ട് കുറച്ച് ഉറക്ക ഗുളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആയിരിക്കും ആ ചവറുപ്പ് എന്ന് പറയാൻ കേട്ടോ. എന്ത് ഓതലങ്ങ പരിപ്പ് ഇട്ടിട്ടുണ്ടെന്നാണോ? അല്ല, ഉറക്ക ഗുളിയ. അയ്യേ, എന്തായി പറയുന്നത് ചോദിക്കാൻ കേട്ടോ. ആ, ഉറക്ക ഗുളിയ. വാ ശ്രീചേർത്തി, ബാക്കിയുള്ള പായസേ നമുക്ക് ഇനി അത് എടുത്തു കുടിക്കുന്നതിന് മുമ്പ് വിക്രത്തിന് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്ലാസ് പായസം എടുക്കാണ് കേട്ടോ. അപ്പോൾ നന്ദിനി, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ആ അതെ, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് വേദയും ശ്രീജിയും അടന്നു പോകുകയാണ് കേട്ടോ. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉറക്കഗുളി ചതിച്ചതിൻ്റെ കടലാസിൽ കുറച്ച് പൊടി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ആ ശരിയാണല്ലേ. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വരികയാണ് കേട്ടോ. ശ്രീജി ആണെന്നുണ്ടെങ്കിൽ വിക്രമിന് പായസം കൊണ്ടുപോയി. എടി, നീ എന്തായി പറയുന്നത്? നീ പറഞ്ഞത് സത്യമാണോ? അതെ, സത്യം തന്നെയാണ്. ഇനിയിപ്പോൾ അത് വിക്രമിൻ്റെ മുറിയിൽ പോയിട്ട് വിളിച്ചു പോകാനോ നിൽക്കട്ടെ. വിളിച്ചു പോയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, നിങ്ങളിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. ഉറക്കത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലും. ഹാർട്ട് അറ്റാക്ക് ആണെന്നേ ആൾക്കാർ വിചാരിക്കുള്ളൂ. മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി വേഗം പറഞ്ഞതനുസരിച്ച് അകത്തേക്ക് പോകും. ഈ സമയത്ത് വിക്രമിൻ്റെ അടുത്തേക്ക് ശ്രീജേടത്തി പായസം കൊണ്ടുവരാം കേട്ടോ. ഇതെന്താ ശ്രീജേടത്തി കേട്ടോ? ഇത് പായസം, കുറച്ച് പായസം. എന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇന്ന് ശ്രീജേടത്തിൻ്റെ പിറന്നാളെങ്ങാനാണ്? ഇന്ന് പിറന്നാളൊന്നുമല്ല, പിന്നെന്താ ചോദിക്കട്ടോ. അപ്പോഴേക്കും വേദ വരികയാണ്. അതെ, ശ്രീജേടത്തി ഈ മുറിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്. ഈ അച്ചാർ, സാമ്പാർ പൊടി, മസാലപ്പൊടികൾ, എണ്ണപ്പലഹാരങ്ങൾ, അങ്ങനെയുള്ള ഒരു ചെറിയ ബിസിനസ്. എന്നിട്ട് വീടുകളിലും കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനത്തെ ഒരു ബിസിനസ്സാണെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം, ആഹാ, ഇത് നല്ല ഒരു ഐഡിയ ആണല്ലോ എന്ന് പറയാം കേട്ടോ. അതുകൊണ്ടാണ് ശ്രീചേടത്തി ഇന്നൊരു പായസം ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയും, എന്തായാലും ഐഡിയ കൊള്ളാം ശ്രീചേടത്തി, നന്നായിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ചെയ്യാട്ടോ, വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുനടന്ന് വിൽക്കാമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിക്രം ആ പായസം മുഴുവൻ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജയ്ക്കാണെങ്കിൽ പേടിയായിട്ട് വേദന നോക്കുമ്പോൾ വേദന കണ്ണടിച്ചാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ആ പായസം മുഴുവനും കുടിച്ച് ക്ലാസ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് ശ്രീചേടത്തി, നല്ല ഐഡിയ ആണ്. അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ കേട്ടോ. വേദ എന്ന് പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല ശ്രീചേടത്തി, എന്തായാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ശ്രീജ പറയാണ് കേട്ടോ, വിക്രം വേദ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ ഒരു ബിസിനസ് ഒന്നും തുടങ്ങുന്നില്ല. എന്തായാലും പറഞ്ഞത് വെറുതെ ആണെങ്കിൽ കേൾക്കാൻ സുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് പോകും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ വെറുതെ പറഞ്ഞതാണ്. ഞാൻ വെറുതെ ഒന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം. സാധനങ്ങളൊക്കെ കൊണ്ടുനടന്ന് വിൽക്കാമല്ലോ. എന്താ, ജോലി ചെയ്യാൻ വല്ല നാണക്കേടുണ്ടോ? അപ്പോൾ പറയും, ജോലി ചെയ്യുന്നതിൽ എന്ത് നാണക്കേട്? ഒരു നാണക്കേടും ഇല്ല എന്ന് പറയും കേട്ടോ. അതിന് എങ്ങനെയാ തുടങ്ങാനാണ്? നിങ്ങൾക്ക് കുറേ ഗുണ്ടകളും പരിവാരങ്ങളും ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ ബിസിനസ് ഇല്ലാതാക്കുമല്ലോ. എന്തിന്? നിങ്ങളുടെ ശ്രീനിവാസൻ തന്നെ മതിയല്ലോ. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയാലേ അയാൾ എന്നെ അത് ഇല്ലാണ്ടാക്കും എന്ന് പറയാം കേട്ടോ. നീ എന്തിനാണ് ആ ശ്രീനിസാറിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചടിക്കുന്നതെന്ന് പറയും കേട്ടോ. എന്താ വലിച്ചടിച്ചാൽ ഒരു കുഴപ്പം പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ ആ ശ്രീധരൻ്റെ പിന്നിൽ കൂടെയാണല്ലോ, തേറാട്ട് ശ്രീധരൻ്റെ എന്ന് പറയട്ടോ. ഞാനേ നിങ്ങളുടെ ഫോൺ സംഭാഷണം കേട്ടു. ഇന്ന് നല്ലൊരു പ്ലാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നീ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് പറയട്ടോ. അല്ല, ഇന്നിപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയട്ടോ. നീ ആ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. എന്നാൽ ശരി, ഇപ്പം തൽക്കാലം അച്ഛനും അമ്മയൊന്നും ഉറങ്ങുന്നതിന് മുമ്പ് പോകാൻ നിൽക്കണ്ട. നിങ്ങളുടെ വീരസാഹസ്യമൊന്നും അവരറിയണ്ട. ഇവിടെ അവരൊക്കെ ഉറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും. വിക്രമാണെന്നുണ്ടെങ്കിൽ ജോസഫിനെ വിളിച്ചിട്ട് ഒരു വണ്ടിയും കൊണ്ട് വരാൻ പറയാൻ കേട്ടോ, രാത്രി 11 മണിക്ക്. പക്ഷേ വിക്രത്തിന് അപ്പോഴേക്കും ഉറക്കം വരികയാണ്. ഫോൺ അവിടെ വെച്ചിട്ട് വിക്രം ഉറങ്ങാൻ തുടങ്ങും. ഇതേ സമയം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുകയാണ്, കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ശ്രീജ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ വരുന്നാണുമ്പോൾ വിശ്വൻ ചോദിക്കും, എന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയട്ടോ. അതെ, നല്ല സന്തോഷത്തിലാണ്. ഒരു കാര്യമുണ്ട്, വിശ്വേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമോ? എന്ത് കൂടെ നിൽക്കുമോ? ഇല്ല, നിൻ്റെ കൂടെ ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ കേട്ടോ. അതേ, വിക്രമിൻ്റെ മുറി ഉണ്ടല്ലോ, ആ മുറിയിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ബിസിനസ്സോ? ആ, ഈ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികൾ, അതുപോലെ എണ്ണപ്പലഹാരങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു ബിസിനസ്. അത് അങ്ങനെ ബിസിനസ്സായിട്ട് നടത്തിക്കൊണ്ടുപോകാം.
വിശ്വണ്ണൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വിശ്വണ്ണന് വണ്ടി മേടിച്ചു തരാം. വണ്ടിയോ? നീ എങ്ങനെ വണ്ടി മേടിച്ചു തരും? ഞാൻ ലോൺ എടുത്ത് മേടിച്ചു തരും. എന്നിട്ട് അതിൻ്റെ പിന്നിലൊരു ബോക്സ് വെച്ച് കെട്ടിത്തരും. ആ ബോക്സിൽ ഈ എണ്ണപ്പലഹാരങ്ങളും മസാലപ്പൊടികളും ഒക്കെ ഉണ്ടാവും. അത് കൊണ്ടുകിടന്ന് വിൽക്കാം എന്ന് പറയാൻ കേട്ടോ. വിശ്വേട്ടൻ അങ്ങനെ കൊണ്ടുകിടന്നാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈശ്വൻ പറഞ്ഞു, ആഹാ ഐഡിയ കൊള്ളാലോ, ഇത് എവിടെ നിന്നാ ഈ ഐഡിയ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ വേദ പറഞ്ഞതാ, അങ്ങനെ ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാവൂലേ എന്ന് ചോദിക്കാൻ കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗമായല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ ശ്രീജ. എടി വേദ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അല്ല വിക്രമിന് പായസം കൊണ്ടു കൊടുത്തപ്പോൾ വേദ പറഞ്ഞതാണെന്ന് പറയും കേട്ടോ. വിക്രമിന് പായസമോ? എന്താ ഈ നേരത്ത് പായസം? അത് വേദ ഉണ്ടാക്കിയതാ വിക്രമിന്. എന്നിട്ട് പായസം എനിക്കില്ലേ ഞാൻ ചോദിക്കും കേട്ടോ. അത് ഗുളിക ചേർത്തത് വിക്രമിന് കൊടുത്ത്, ഗുളികയില്ലാത്തത് ഞങ്ങളും കുടിച്ചു. ഗുളിക? എന്ത് ഗുളിക? പെട്ടെന്നാട്ടോ ശ്രീജയ്ക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട്, നീ കാര്യം പറയും ശ്രീജ എന്ന് പറയും കേട്ടോ. വിക്രം ഇന്നൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നടക്കാതിരിക്കാൻ വേണ്ടി വേദ പായസത്തിൽ ഉറക്കഗുളി ചേർത്ത് കൊടുത്തു എന്ന് പറയും കേട്ടോ. ഗുളിക ചേർത്തത് ആദ്യം ഗുളിക ചേർത്ത് നന്ദിനി കുടിച്ചു, പിന്നെ ഗുളിക ചേർത്തത് വിക്രമും കുടിച്ചു, ബാക്കിയുള്ള പായസം ഞങ്ങളും കുടിച്ചു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചിരിക്കാൻ കേട്ടോ, നന്ദിനിക്കും കിട്ടിയെന്ന് നോക്കിയാണ്. അതിന് ശേഷം പറയും, നീ ഇതിൻ്റെ ഭവിഷ്യത്ത് ആലോചിച്ചിട്ടുണ്ടോ? നാളെ നേരം വെളുക്കുമ്പോൾ അവനത് അറിയില്ലേ, പിന്നെ അത് വലിയ പ്രശ്നമായി മാറും. നീയാണത് ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ തീർന്നു എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും വേദ വന്നിട്ട് വാതിൽ മുട്ടാൻ കേട്ടോ. വാതിൽ തുറക്കുമ്പോൾ വിശ്വം പറഞ്ഞിട്ട്, വേദേ നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? നാളെ നേരം വെളുക്കുമ്പോൾ അവനത് അറിയൂലേ, അപ്പോൾ പിന്നെ അവൻ കൂടുതൽ വൈൻഡിലാവില്ലേ ചെയ്യാന്ന് നോക്കിയാണ് കേട്ടോ. അത് സാരില്ല, ഇന്ന് ആ പ്ലാൻ നടക്കരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നാളത്തെ കാര്യം നാളെ നോക്കാം. പക്ഷെ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. ശ്രീചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ്സിൻ്റെ കാര്യം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കാര്യമായിട്ടാണ് വേദ പറഞ്ഞത്. അതേ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു ചെറിയ ലോൺ എടുത്ത് ആ ചായ്പിൽ ഒരു ബിസിനസ് തുടങ്ങാം. അത് കാര്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. സ്വന്തം ജോലിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് വേദ പോവുകയാണ്. അപ്പോൾ ശ്രീജ പറയും, ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത്? ആഹാ ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് വിശ്വം പറയാം കേട്ടോ. അതിനുശേഷം പിന്നെ വിനായകൻ റൂമിലേക്ക് വരുമ്പോൾ നന്ദിനി നല്ല കൂർക്കം വലിച്ച് ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ നന്ദിനി കുറേ വിളിക്കുന്നുണ്ടെങ്കിലും കൂടി നന്ദിനി എഴുന്നേൽക്കുന്നില്ല. നന്ദിനി ഉറക്കത്തിൽ പായസം എന്ത് കൊടുത്തു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആർക്ക് കൊടുത്തു? അയ്യോ ഉറങ്ങല്ലേ എന്നൊക്കെ വിളിച്ച് പറയാണ് കേട്ടോ നന്ദിനി. അപ്പോൾ വിനായകന് ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കല്ലേ. അപ്പോൾ വിനായകനാണ് തലന്നെടുത്തിട്ട് പോവുകയാണ്. ഇതിലും ഭേദം ബോട്ട് ചെട്ടി പോയി കിടക്കണതാണ് അവളൊരു കൂർക്കം വലി എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് തലനെടുത്ത് പോകും. ഇതേ സമയം വിക്രം നല്ല ഉറക്കാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാണേ. വേദ കൂർക്കം വലി കേട്ടിട്ട് ചെവിട്ടിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് വണ്ടിയുടെ ഹോണടി കേൾക്കുമ്പോൾ വേദ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ജോസഫും പുളിക്കനുമാണ് കേട്ടോ. അങ്ങനെ വരാതാവുമ്പോൾ ജോസഫ് വിക്രമിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വേദ എടുത്തിട്ട് പറയും, ജോസഫേ വിക്രമേ നല്ല ഉറക്കാണ്, എന്തായാലും ഇന്നത്തെ പ്ലാൻ നടക്കാൻ പോകുന്നില്ല, ജോസഫ് ഫോൺ വയ്ക്കി എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ കൂലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അലക്കാനായിട്ട് ഡ്രസ്സ് എടുക്കണാകുമ്പോൾ ശ്രീജ വന്നിട്ട് പറയും, ആ 2 തുണിയല്ലേ വേദയുള്ളത്, അത് ഞാൻ തുണി നനയ്ക്കുമ്പോൾ നനച്ചോളാം. അയ്യോ വേണ്ട ശ്രീജ എടുത്തി, ഇത് ഞാൻ തന്നെ നനച്ചോളാം. അത് ശരിയാവില്ല, 2 തുണി കൂടുതൽ നനച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല, അതവിടെ ഇട്ട് ഇനി കുളിച്ചിട്ട് നനയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ വിക്രം എഴുന്നേറ്റോന്ന് പറയും. എഴുന്നേറ്റിട്ടില്ല, ഞാൻ പോരുന്നവരെ നല്ല ഉറക്കാണ്, ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും, വാ നമുക്ക് നോക്കാം. വേദ ചെല്ലി, ഞാനൊരു ഗ്ലാസ് ചായ ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രീജ ചായ എടുക്കാൻ പോകും കേട്ടോ. ചായ എടുക്കാൻ പോകുന്ന നേരത്ത് നന്ദിനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കേട്ടോ. ശ്രീജേടത്തി എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണല്ലോ അത് എന്ന് ചോദിക്കട്ടെ. എന്ത്? ആഹാ ഒന്നും അറിയാത്ത പോലെ ഉറക്കഗുളികയിൽ പായസത്തിൽ ഉറക്കഗുളി വന്ന് കെടുത്തി ഉറക്കിയിട്ട് തന്നെ ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുടിച്ചിട്ടല്ലേ. ദേ വിനായകട്ടൻ എൻ്റെ നെറ്റിയിൽ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതി വെച്ച് പോയിരിക്കുകയാണ്, എടി കുംഭകർണി, നിന്നെ കൊണ്ട് ഭക്ഷണം കഴിക്കാനും കുശുമ്പ് പറയാനും മാത്രമേ ഗുണമുള്ളൂ, വേറെ ഒന്നിനും ഗുണമില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയിരിക്കുക. അപ്പോൾ ശ്രീജ ചിരിക്കാണ്ട്, ആഹാ ചിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ ചിരിച്ചാൽ മതിയല്ലോ, ഞാനാണല്ലോ അനുഭവിച്ചത് എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ഇതങ്ങനെ ഞാൻ വെറുതെ വിടൂല, ഇതിപ്പോൾ ആർക്കാ കട്ടൻ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടോ. അത് വിക്രമിനാ, എന്നാലേ ഞാൻ കൊടുത്തോളാം വിക്രമിന് കട്ടൻ എന്ന് പറഞ്ഞിട്ട് പോകാണ് കേട്ടോ. വിക്രമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ ഞാൻ എന്ന് പറയും. പിന്നെ വിക്രം കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേദ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ തോർത്തണാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേൽക്കണേ, നേരം വെളുത്തോ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ ഫോൺ നോക്കുമ്പോൾ ജോസഫ് വിളിച്ചത് കോൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ ജോസഫ് വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. നീയാണോ എടുത്തത്? ആ അതെ ഞാനാണ് എടുത്തത്.
എടി ഞാൻ ഉറങ്ങിപ്പോയി, നീ എന്താ എന്നെ വിളിക്കാനേന്ന് പറയും കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്ലാനിങ്ങിനൊക്കെ കൂട്ടിക്കലല്ലേ എൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് വേദ പറയാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം പറയാൻ കേട്ടോ, എന്നാലും വരപ്പോത്തെ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന് പറയും കേട്ടോ. പിന്നെ നിങ്ങളെ വിളിച്ചു കിടക്കലല്ല എൻ്റെ പണി, ഇന്നലെ കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങായിരുന്നു നിങ്ങളെന്ന് പറയും കേട്ടോ. ആകെ കഷ്ടമായിപ്പോയല്ലോ. അപ്പോഴേക്കും വിക്രം ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി വിളിക്കാൻ കേട്ടോ, കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേദ പറയും, ആഹാ നന്ദിനി അടുത്ത് പണി തുടങ്ങി, എന്തായാലും കൊല്ലൊന്നുമില്ലല്ലോ, നോക്കാം എന്താണെന്ന്. അത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പ്രമോല് വിക്രമിൻ്റെ മുഖത്ത് കമലം അടിക്കുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ.